ട്രിവാൻഡ്രം. നമ്മൾ തിരുവനന്തപുരം പോവാം. സർപ്രൈസ്. ഇങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എങ്ങനെ ഉണ്ടായി? എന്നിട്ട് നമ്മളത് എന്തിനാ ശരിക്കും ഒഡീഷന് ഒന്നാണ്. ഇപ്പം പ്രസ് ക്ലബിൽ വെച്ചിട്ടാണ് ഒഡീഷൻ. നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്താറായിട്ടുണ്ട്. സീ യു ആഫ്റ്റർ ഒഡീഷൻ. ഓൾ ദി ബെസ്റ്റ്. എന്തായിരുന്നു പരിപാടി? ഓഡീഷനാണ്, പക്ഷെ ഇപ്പൊ ബ്രേക്കാണ്. ചിച്ചിരി ചിച്ചി ഡോറ, ചിച്ചിരി ചിച്ചി ഡോറ ഡോറ. കഴിഞ്ഞ വർഷം എടുത്ത ബാംഗ്ലൂർ വ്ലോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ലോഗ് കഴിഞ്ഞു. ഇത് തംബ്നെയിൽ ഈ വർഷം ഡിസംബറിന് മുമ്പെങ്കിലും ഇടാൻ പറ്റുമോടെ? നാളെ നീളെ. ഓ യെസ്. അങ്ങനെ നമ്മുടെ ഓഡീഷൻ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് തിരിച്ച് കൊച്ചിക്ക് പോകണം. 5:55 ട്രെയിൻ. ഇവിടെ വന്നിട്ട് ട്രിവാൻഡ്രത്ത് കുറേ സ്പോർട്സിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ നേരെ കൊച്ചിക്ക് പോവാം. ബൈ ബൈ ട്രിവാൻഡ്രം. എവിടെ പോവാം? അങ്ങനെ ഓഡീഷനൊക്കെ ഇരുന്ന് പോസ്റ്റായി. നമ്മളൊക്കെ പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചു, പക്ഷെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തെന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ പോവാണ്. സെക്രട്ടേറിയറ്റ് കാണിച്ച് ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ പിൻ ചെയ്യാതെ. അടിപൊളി ഫോട്ടോയാണ്. അങ്ങനെ ഇവനെ ഞാൻ പാലസല്ല മ്യൂസിയത്തിൽ കൊണ്ടുവന്നു. ഫ്രണ്ട്സിനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? എങ്ങറ്റത്ത് അവിടെ ഇങ്ങോട്ട് വാ. അത് കഴുകൽ. ഒരു സാധനം കൊക്കൊന്നും അല്ലടേ. മാർച്ച് ചെയ്യുന്നോ? One eternity later. നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണാനാണ്. അടുത്ത ഓട്ടോ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക്. സൂവിൽ പോയി ഓടി നടന്ന് എന്താണ്ടൊക്കെ കണ്ട്. പക്ഷേ കടുവയെ കണ്ടു, സിംഹത്തിനെ കണ്ടു, ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു, കരടിയോടെ മാർച്ച് ചെയ്യണം നമ്മളിങ്ങോട്ട് ഒരുപോലെ. നല്ലതായിരുന്നു. പക്ഷെ മ്യൂസിയവും അതൊന്നും കാണാൻ പറ്റില്ല, സമയം ഉണ്ടായില്ല.
മണിക്കാണ് ട്രെയിൻ? 5:55 ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇനി ഓടിച്ചെന്ന് ട്രെയിൻ പിടിക്കണം. നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി, വെയിറ്റിംഗ് ഫോർ ട്രെയിൻ. ഒരു അബദ്ധം പറ്റിയേ. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ നോക്കി ഞങ്ങൾ ഫുൾ പ്ലാൻ ചെയ്ത് 5:55 നമുക്ക് 5 മണിക്ക് എത്തിയാൽ മതി, സമയമുണ്ട് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് 5:55 ട്രെയിനൊന്നുമില്ല, 4 മണിക്ക് 4:15 4:45 ഒക്കെയാണ്. റെയിൽവേ ടൈം സാധാ ടൈം മാറിപ്പോയി. രാവിലെ 5:55 ട്രെയിൻ ഉള്ളത്. സോ പക്ഷെ 5:15 ട്രെയിൻ ഉണ്ട്. ഉണ്ട്. സീറ്റ് കിട്ടുമെന്ന് അറിയില്ല, നല്ല തിരക്കാം. നമ്മൾ ലേസ് കഴിക്കുമ്പോൾ കയ്യിൽ പറ്റാതിരിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ലേസിൻ്റെ കവറിൻ്റെ 2 എഡ്ജിൽ നിന്നും ഇതേപോലെ കൈ കൊണ്ട് കീറിയെടുക്കാൻ പറ്റും. കീറിയെടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ വെക്കണം, ഇത് ഇവിടെ വെക്കണം. ഓക്കെ, എന്നിട്ട് കൈ പറ്റത്തില്ല, ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഒരു ലേസിൽ വീണ് എന്ത് ചെയ്യും? അത് ഒരു ബിങ്കോയിൽ വീണ് എന്ത് ചെയ്യും? അത് ബിങ്കോയിൽ വീണു. നമുക്ക് കാണിച്ചു വിടും. ബിങ്കോയിൽ വീണു. കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ എടുക്കാം. അയ്യോ, അപ്പോൾ അപ്പുറത്ത് വരും പോയി. അപ്പോൾ നമ്മളിതിങ്ങനെ എടുക്കും. എൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ സംഭവം. അയ്യോ, നടന്ന് അങ്ങനെ ഒരു ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കൊച്ചിയിലേക്ക്. വി ആർ സോ ടയേർഡ്. Hope audition turns out good. I hope. കണ്ടറിയാം. Okay, see you in the next vlog. Bye. ഹലോ, എന്താണ് വിശേഷം? ബൈ. അപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ഓഡീഷന് പോയതിൻ്റെയും നമ്മൾ ട്രിവാൻഡ്രത്തൊന്ന് പോയതിൻ്റെ ഒരു വ്ളോഗാണിത്. ഈ ഓഡീഷൻ എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷേ ചില പ്രത്യേക കാരണങ്ങളിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വേറൊരു ലൊക്കേഷനിൽ നിന്നുകൊണ്ടാണ്. ഈ പടത്തിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം വരുന്നതായിരിക്കും. പിന്നെ ഇത്രയും നാൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു കാരണം ഇയാളാണ്. ഓക്കെ, ഇയാളാണ് ഈ അതിന്റെ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് സുഹൃത്തുക്കളെ, ഞാൻ തന്നെയാണ്. ഇഷ്ടം പോലെ കണ്ടന്റും ഇഷ്ടം പോലെ വീഡിയോക്കുള്ള കണ്ടന്റ് ഈ ലാപ്ടോപ്പിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇനിയെങ്കിലും കൺസിസ്റ്റന്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ഞാൻ അക്കൗണ്ട് ചാനൽ കളയുന്നത് ഞാൻ പറഞ്ഞു. ഇനി വൻ പ്രശ്നമായി. അപ്പോൾ ഐ ഹോപ്പ് ഇവൻ ഇനി എല്ലാം എഡിറ്റ് ചെയ്ത് തരുമെന്ന്. കണ്ടന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങളും പുതിയ ബാക്കി വിശേഷങ്ങളുമായി ഇനി നമുക്ക് ബൈദവേ 2 വ്ളോഗ്സ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം പുറകെ കാണുന്നതായിരിക്കും. പിന്നെ കുറച്ച് കുട്ടി ചലഞ്ചസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഉണ്ടമ്പുരി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്, എങ്ങനത്തെ കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടെ ഞങ്ങളോട് പറയൂ. അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. റാദർ ദാൻ നമ്മുടെ ഷോർട്സും അങ്ങനെ അല്ലാതെ എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കൺസിസ്റ്റന്റ് ആയില്ലെങ്കിൽ ഈ അക്കൗണ്ട് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വൺ പണിഷ്മെന്റ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനെന്ത് ചെയ്യണം, ഇവൻ എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യാം. അതും ഒരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. Hope you enjoy this video. Yes.